ഉപ്പിട്ട് കഞ്ഞോളം കിട്ടുമോ ഫ്ലൈറ്റിൻ്റെ അത്? കിട്ടുമല്ലോ അച്ഛാ. അച്ഛനൊക്കെ ഒത്തിരി പോയിട്ടുള്ളതുകൊണ്ട് അച്ഛൻ അറിയാമല്ലോ. അതെ അതെ, എനിക്ക് വേണ്ടി 3 സീറ്റ് വെറുതെ കിടക്കുന്നത്. വേറെ ഇവരിപ്പോൾ അപ്പുറത്തുനിന്ന് വന്നാട്ടോ, ഇവരപ്പുറത്തുനിന്ന് വന്നാൽ എനിക്കിവിടെ സൈഡിൽ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. അതിമനോഹരമായ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്ര, അത് ഒറ്റയ്ക്ക്, അടുത്താരും ഇല്ലാതിരുന്നൊരു യാത്ര, ഒന്നും പറയണ്ട. ഇത് കണ്ടോ, പറക്കുന്ന പറക്കൽ കണ്ടോ, ഇളക്കി ഇളക്കി മോനെ. ഇത് നമ്മൾ പറയാൻ നിന്ന് മാത്രമല്ല, നമ്മളിത് ആകാശത്ത് നിന്ന് കഴിക്കും മോനെ. ഇതൊക്കെ ചെറുത് എന്താ മോനെ, രക്ഷയില്ല. അയ്യോ, എൻ്റെ കുഞ്ഞോളമാമയാണോ ഇരിക്കുന്നത്? എന്നാ ഉണ്ട്? സുഖമായിരിക്കുന്നത്? ഷാനുമാമേ എന്നാ ഉണ്ട് മാമേ? എല്ലാവരും എന്തോ ഉണ്ട് വിശേഷമൊക്കെ? സുഖം തന്നെ. ബെഞ്ചാരോ വ്ളോഗിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ശാന്തമായിട്ടൊക്കെ ഇരുന്ന് പറയുന്നത് ഇപ്പോൾ എയർപോർട്ടിലാണ് കേട്ടോ. നമ്മളൊരു യാത്ര പോവുകയാണ്, അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളുമാണ്. എങ്ങോട്ടുള്ളതാണെന്നൊക്കെ വഴിയെ പറഞ്ഞു തരാം കേട്ടോ. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നമ്മൾ എയർപോർട്ടിൽ വന്നു കേട്ടോ. നേരെ അകത്തോട്ട് കയറാൻ പോവാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ അകത്ത് ചെന്നിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു ഫ്ലൈറ്റ് യാത്രയാട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിലൊരു യാത്ര പോകുന്നത്. നമ്മുടെ ചാനലിൻ്റെ ആ ഒരു ലോഗോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൻ്റെ അകത്തൊരു ഫ്ലൈറ്റൊക്കെ നമ്മൾ സെറ്റ് നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇത്രയും കാലം എടുത്ത് നമുക്കൊന്ന് ഫ്ലൈറ്റ് യാത്ര ചെയ്യാനുള്ളൊരു സാവകാശം കിട്ടിയത് കേട്ടോ. അവർ കാറൊക്കെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അച്ഛനോ മകനുണ്ട്. അപ്പോൾ ഞങ്ങളിതേ ഇവിടെ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ നാട് വിടാൻ വേണ്ടിയുള്ള പരിപാടി ബോംബെക്ക് കേട്ടോ. ഇന്ന് ബോംബെയിലെ വിശേഷങ്ങളും കാര്യങ്ങളും കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെ അങ്ങോട്ടൊക്കെ ഇനി വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. ആദ്യമായിട്ടായതുകൊണ്ടൊരു തപ്പലുണ്ട്. എങ്കിലും എല്ലാം ഒന്ന് സെറ്റാക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ കയറി കേട്ടോ. അകത്ത് ചെക്കിങ്ങിനുള്ള വായിലെല്ലാം വിട്ടു. അടുത്ത് നമ്മൾ നിൽക്കുക. ഉപ്പിട്ട് കഞ്ഞോളം കിട്ടുമോ ഫ്ലൈറ്റിൻ്റെ അത്? കിട്ടുമല്ലോ അച്ഛാ. അച്ഛനൊക്കെ ഒത്തിരി പോയിട്ടുള്ളതുകൊണ്ട് അച്ഛൻ അറിയാമല്ലോ. ഉപ്പിട്ട് കഞ്ഞോളം നമുക്ക് കുടിക്കാം എന്നാ. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ കയറിയിട്ട് ഇവിടെ നിന്നൊന്നും നമുക്ക് വെള്ളമൊന്നും കിട്ടിയില്ല, ഭയങ്കര റേറ്റ് വകയല്ലേ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് ഫ്ലൈറ്റിനകത്ത് ഉപ്പിട്ട് കഞ്ഞോളം കിട്ടുമോ അറിയാം. നമുക്ക് അവിടെ ചെന്നിട്ട് ഉപ്പിട്ട് കഞ്ഞോളം കുടിക്കാം കേട്ടോ. ഏതാ? അതും പറ്റുന്നില്ല ചാ. നമ്മൾ വെളുപ്പംകാലത്ത് വന്നപ്പോൾ ഓരോ കുഴപ്പമില്ല. ലോഞ്ചിൽ കയറാൻ വേണ്ടി പോയതായിട്ട് ഇവരെ വിളിച്ചു കേട്ടോ, എന്നെ മാത്രം വിളിച്ചില്ല. എൻ്റെ 10 ചേട്ടൻ. എൻ്റെ മറ്റേ സൈഡ് സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞാലേ പച്ചാനെ വിളിച്ചു കേട്ടോ. അപ്പം ഞങ്ങൾ അകത്തേക്ക് പോകാൻ വേണ്ടിയുള്ള സെറ്റിൽ നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഓക്കെ കേട്ടോ, എന്നെ കയറ്റി വിട്ടു കേട്ടോ. ഒന്നും പറയണ്ട മക്കളെ. അപ്പോൾ അവിടുത്തെ സീറ്റൊക്കെ വെച്ച് തന്നു കേട്ടോ. അപ്പോൾ നമ്മളെ അകത്ത് കയറ്റി ഏതായാലും ഫ്ലൈറ്റിൽ കയറാൻ അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതിമനോഹരമായ ഫ്ലൈറ്റുകൾ. അയ്യോ മോനെ ഫ്ലൈറ്റുകൾ. ഇങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി പോവാണ്. ജീവിതത്തിലെ ആദ്യത്തെ ഫ്ലൈറ്റിലേക്കുള്ള കാൽവയ്പ്പാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ വിസ്താരയുടെ ഫ്ലൈറ്റാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ വിസ്താരയുടെ ഫ്ലൈറ്റിലോട്ട് ദൈവമേ മിന്നിച്ചേക്കണേ. അപ്പോൾ നമ്മളിങ്ങനെ അകത്തേക്ക് കയറാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഇതായിരിക്കും എൻ്റെ ആ സീറ്റായിരിക്കും എൻ്റെ. മോനെ വിഷയം കേട്ടോ. സീറ്റ് കിട്ടി, എത്ര സീറ്റ് കിട്ടി.
ആരും ഇല്ല കേട്ടോ, ഞാൻ മാത്രം. പോകുന്നേ. ഞാൻ കണ്ണാടി വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എൻ്റെ ഒരു ലൈഫ് ടൈം ഫ്ലൈറ്റ് ഞങ്ങൾ സീറ്റ് അവൈലബിളായി കിട്ടുന്നത്. അതെ അതെ, എനിക്ക് വേണ്ടി 3 സീറ്റ് വെറുതെ കിടക്കുന്നത്. വേറെ ഇവരിപ്പോൾ അപ്പുറത്തുനിന്ന് വന്നാട്ടോ, ഇവരപ്പുറത്തുനിന്ന് വന്നാൽ എനിക്കിവിടെ സൈഡിൽ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. ദിപനോത്തരമായ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്ര, അത് ഒറ്റയ്ക്ക്, അടുത്താരും ഇല്ലാതിരുന്നൊരു യാത്ര, ഒന്നും പറയണ്ട. ഇത് കണ്ടോ, പറക്കുന്ന പറക്കാലും കണ്ടോ, ഒരു രക്ഷയില്ല. നമുക്ക് വിൻഡോ സീറ്റ് കിട്ടി കേട്ടോ, ആ പെങ്കൊച്ച് നമുക്കത് സെറ്റ് ചെയ്തത് കേട്ടോ. വളരെ നന്ദി വിസ്താരയോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയിൽ സൈഡ് സീറ്റ് ഒരുക്കി തന്ന വിസ്താരയ്ക്ക് പ്രത്യേക ഒരു സന്തോഷം ഞങ്ങളുടെ ബെഞ്ചാരോടെ പേരിലുള്ള നന്ദി അറിയിച്ചിരുന്നു. പിന്നെ നമ്മൾ കല്യാണം അടിച്ച് പൊളിക്കുമല്ലേ, അടിച്ച് പൊളിക്കുക. ഞങ്ങൾ ബോംബെ തകർക്ക ചെയ്യണം, ബോംബെയിൽ അടിപൊളി നമ്മൾ കല്യാണവും പരിപാടിയൊക്കെ ആയിട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഭയങ്കര സൗണ്ടാണല്ലോ. നമ്മുടെ ചേട്ടനൊക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ, അവർക്കും അവിടെ ഒരു സൈഡ് സീറ്റ് അവർ ഒരുക്കുന്നത് കേട്ടോ. ഞങ്ങൾ മൊത്തത്തിൽ ഒന്ന് ലക്കി ദിവസം, ഞങ്ങളുടെ എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ പറന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് കണ്ടോ, പറക്കുക എൻ്റെ മോനെ, വിഷയ സാധനം. നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ചേച്ചി വെജ് വേണോ നോൺ വെജ് വേണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോൺ വെജ് വേണോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടി വെച്ചോടാ വന്നടാ മോനെ. അതിൻ്റെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്, എന്തൊക്കെയാണെന്നൊന്നും അറിയത്തില്ല. ചോക്ലേറ്റ് ബണ്ണുണ്ട്, ഒരു ബട്ടറുണ്ട്, ഒരു കുപ്പി വെള്ളമുണ്ട്, സ്പൂണൊക്കെയാണ് പോകുന്നത്. എന്ത് ഇവിടെ കഴിഞ്ഞാൽ എന്തോ ഒരു സാമ്പാറൊക്കെയാണെന്ന് തോന്നുന്നു. മോനെ വിഷയം. പരിപ്പ് കറി, ഇത് ചിക്കന്, ഇത് ഒരു പയറ് കറിയാണ്. ഇത് റൈസും കുറച്ച് ചിക്കനും കൂടെ അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി മോനെ. ഇത് നമ്മൾ പറയാൻ നിന്ന് മാത്രമല്ല, നമ്മൾ ആകാശത്ത് നിന്ന് കഴിക്കും മോനെ. ഇതൊക്കെ ചെറുത് മോനെ, രക്ഷയില്ല. ഇരുന്ന് ചിക്കനും, നല്ല ചിക്കനും റൈസും അങ്ങോട്ട് ഇളക്കി ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് കേട്ടോ, സൂപ്പർ ചിക്കൻ കറി. ടയറെങ്ങാണ്ടോ അവിടെ നല്ലതാണോ? പയർ അങ്ങോട്ട് എടുത്ത് ഇങ്ങനെ എടുത്ത് ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പർ സാധനം. എന്നാലും ആ ചിക്കനാ സൂപ്പർ, തീർന്നോ? ഇവനെനിക്ക് കമ്പനിക്ക് വന്ന കേട്ടോ, അവിടെ പുറകിലാണ് അവനവിടെ നിന്ന് ഓടി വന്നതാണ്. എനിക്കൊരു കമ്പനി തരാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ റൈസും ചിക്കനും ഇളങ്ങിയാതെ എന്തോ മോനെ പൊളി. അടുത്ത നമ്മുടെ ബണ്ണും ബട്ടറും കൂടെ അങ്ങോട്ടത് മുക്കിയെടുത്ത് ഇങ്ങനെ എന്താ മോനെ.
കടും ചായ. അപ്പം തന്നെ നമ്മളത് ഫ്ലൈറ്റിൻ്റെ പുറത്തെ കാഴ്ചകളും കാണുകയാണ് സുഹൃത്തുക്കളെ. ഒരു പോയിന്റ് പോലും വിട്ടുപോകാതെ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമായ മുംബൈയിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. ഇതിലൂടെ ചായ ആക്കിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഹൈദരാബാദ് സൗത്ത് ഇന്ത്യ കഴിഞ്ഞു. നമ്മൾ ചിലപ്പം ഗോവയിൽ കൂടെ പോകണം. ഇവിടെ ഇറങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ഈ സൈഡിൽ കൂടെ അങ്ങ് ഇറങ്ങിക്കോളാന്ന് പറ. സൈഡിൽ കൂടെ അങ്ങ് ഇറങ്ങിയാലോ എന്ന് ആലോചിച്ചിട്ടിരിക്കും. മെഴുകിക്കളഞ്ഞു കേട്ടോ എൻ്റെതായത്. ഇനി ചായ കുടിക്കുന്ന വിസ്താരയിലെ ചായ എങ്ങനെയാണ് പോകുന്നത്? ഞാൻ എടുത്തടാ, വീഡിയോ എടുത്തായിരുന്നു. അമ്മ ഇത് അതിൻ്റെ അകത്തൂടെ അങ്ങോട്ട് പിടിച്ച അമ്മ. പാലറ്റം പുറകെ എന്നുള്ളത് എടുത്ത് തരും കേട്ടോ. അപ്പം അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. ആ നമ്മുടെ ചാനലിൽ അമ്മ കേട്ടോ. ആ അമ്മമ്മ എടുത്തു. ഓ മതിയോ എന്നൊക്കെ. ആ മതി മാമൻ. ഞാൻ ആ വാലിൻ്റെ അറ്റം ഒന്ന് എടുത്ത് തരാൻ പറഞ്ഞു. അമ്മമ്മയുടെ കൊടുത്താ കേട്ടോ. അപ്പോൾ ഉണ്ടല്ലേ. അപ്പോൾ ഓക്കെ, ഞങ്ങൾ ഇങ്ങോട്ട് പോകട്ടെ. ശരി എന്നാൽ. ഓക്കെ, നമ്മൾ ടോയ്ലറ്റ് വെക്കാട്ടോ. സെറ്റപ്പ് ഒന്നും പറയണ്ട, അടിപൊളി. മോൻ കഴുകുക, ഒരു ഹാൻഡ് വാഷ് കേട്ടോ. നിങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ അങ്ങ് ഇരിക്കുവാണോ? ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? എന്നാ കഴിച്ചത്? ചിക്കൻ ബിരിയാണിയോ? വെജിറ്റബിൾ ബിരിയാണി. എങ്ങനെയുണ്ട്? ഇവിടെ പുലുക്കമുണ്ടോ? നല്ലതായിരുന്നു. ആണോ? സൂപ്പറായിരുന്നു. ഞങ്ങളിവിടെ തകർത്ത് ചായ കാപ്പിയും എല്ലാം രണ്ടാമതും മേടിച്ച് കുടിച്ചു. വെള്ളം മേടിച്ചെല്ലാം ആണല്ലേ. ഓക്കെ. ഇവിടെ പിള്ളേരൊക്കെ കളികൾ തുടങ്ങിയുണ്ട്. എല്ലാം പിള്ളേരെല്ലാം തകർക്കാണ്. അടി മുകളിൽ കൂടി നമ്മൾ പറന്നുകൊണ്ടിരിക്കുക കേട്ടോ. ആ പറക്ക ഒന്ന് കണ്ടേ. എൻ്റെ മോൻ രക്ഷയില്ല. 36,000 അടി പൊക്കത്തിൽ പോവാന്നാണ് പൈലറ്റ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത് കേട്ടോ. അടിപൊളി. വലിയ ബിൽഡിങ്ങുകളുടെ മുകളിൽ കൂടി പറന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കകം ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ സേഫായിട്ടുള്ള ലാൻഡിങ് നടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തൊട്ടില്ല എന്നുള്ള ഉറക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്ടം പോലെ ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട്. എൻ്റെ മോനെ തറയെ പതിച്ചോ. ചാടി. യോ. അപ്പോൾ നമ്മളത് ഗംഭീരമായിട്ട് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. മുംബൈയിലേക്ക് നമ്മൾ കാല് കുത്താൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പം പറയണ്ട, ഫ്രണ്ടിൽ ഇരിക്കുന്ന ചേട്ടനൊക്കെ എന്നെ നോക്കുന്നു. ഒരു അലമ്പി കോളമാക്കിയിട്ടേക്ക് കേട്ടോ. ധാരാളം ഫ്ലൈറ്റുകൾ കിടപ്പുണ്ട്. ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മൾ ഇനിയും കളികൾ ധാരാവില്ല കേട്ടോ. ജാവോ പറയുക.
ബ്രേക്ക് പിടിക്കണ്ണ, ഞങ്ങൾ ഇറങ്ങട്ടണ്ണ. എൻ്റെ മോനെ, അങ്ങനെ ഞങ്ങൾ എത്തിപ്പോയി. ഒരു എയർ ഇന്ത്യയുടെ ഒരെണ്ണം കിടക്കുന്നു. എമറേറ്റ്സിൻ്റെ ഒരെണ്ണം കിടക്കുന്നു. കാലുകുത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സേഫായിട്ട് ലാൻഡ് ചെയ്തു. എല്ലാം നിർത്തി നമ്മൾ ഇറങ്ങുക, കളമ്പിടുകയാണ്. അവിടെ വീണ്ടും ഒരു വിസ്താര കിടക്കുന്നുണ്ടോ. അടിപൊളി ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ വിസ്താര. യാത്ര അതിമനോഹരമായ ഞങ്ങളുടെ യാത്രയായിരുന്നു കേട്ടോ. ഞങ്ങൾ മുംബൈയിൽ കാലുകുത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കൊച്ചി എത്തി എന്ന് പറഞ്ഞാൽ നല്ല മണമല്ലേ. അതെ, തിരുവനന്തപുരം മുഴുവൻ കരിഞ്ഞ് കിടക്കും. അയ്യോ, അടിപൊളി നമ്മൾ ഫ്ലൈറ്റ് നമ്മൾ എത്തി മക്കളെ, എത്തി കൊച്ചി എത്തി. നമുക്ക് ഈ ബെൽറ്റ് അനുസരിച്ച് ഈ ബെൽറ്റ് ഏതാ മുമ്പ് നമ്മുടെ സാധനം വരുന്നുണ്ടോ? നമ്മുടെ സാധനം വരുന്നുണ്ടോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർപോർട്ടാണ്. സത്യമാണോ? സത്യമാണ്. സെർച്ച് ചെയ്തിട്ട് പറഞ്ഞാൽ അതുകൊണ്ട് വിശ്വസിക്കുക കേട്ടോ. അപ്പം നമ്മൾ എയർപോർട്ടിൽ വന്നു. അതിമനോഹരമായ എയർപോർട്ട്. ഓ മോനെ, വിഷയമല്ലേ. അണ്ണന് നല്ലത് ഓടിക്കാൻ അറിയാവുന്നതുകൊണ്ട് നമ്മളിവിടെ എത്തി. അറിഞ്ഞു പോലും നൈസ് ഇറങ്ങി. ലാൻഡിങ് അടിപൊളിയായിരുന്നു. ഏതാ നല്ല സമയം എടുത്തോളെ. സമയം കിട്ടില്ലെന്ന് പറയാം. ഇവിടെ എന്തായാലും വീഡിയോ ഒക്കെ എടുത്തിട്ടേ പോകുന്നുള്ളൂ. തിരുവനന്തപുരത്ത് തീർന്ന് പിടിച്ചാൽ പരിപാടിയില്ല ഇവിടെ. എല്ലാവരും പെട്ടിക്ക് വേണ്ടി കാത്തിരിക്കുക കേട്ടോ. ഇതുണ്ട് മൊത്തം ആളാ. എൻ്റെ അമ്മൂന് ബ്ലാക്ക് അല്ലേ? ഇത് നമ്മുടെ അല്ലേ? അനീഷിൻ്റെ ചാറാ. എന്തുവാടാ അതിൻ്റെ ഇതിനു വേണ്ടി വെയിറ്റ്? ചക്കയാണോടാ? നാട്ടിൽ നിന്ന് ചക്കയായിട്ടൊക്കെ വന്നേക്കുക. ഇതിലേതാ മാമ നമ്മുടെ? ഞാൻ എടുത്തോളാം. ഇത് നമ്മുടെ ആണോ? ആണോ? ഇതൊന്നും നമ്മുടെ നോക്കിയേക്കണം കേട്ടോ പേരൊക്കെ. ഇത് നമ്മുടെ ഒന്നുമില്ല. ദേ വരുന്നുണ്ട്. അവൻ കുണുങ്ങി വരുന്ന കണ്ടില്ലേ? വരുന്ന കണ്ടില്ലേ അമ്മാമേ? എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ബോംബെ ട്രിപ്പ്? എങ്ങനെ ഉണ്ടായിരുന്നു? തകർത്തില്ലേ നമ്മളെന്നാ? അടിപൊളിയായിരുന്നു. ഇതുപോലെ യാത്രകൾ സ്വപ്നങ്ങളിൽ മാത്രം. ദേ എൻ്റെ സാധനം. അയ്യോ മോനെ, വാടാ ഇവിടെ. അങ്ങനെ നമ്മുടെ സാധനം കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ സാധനം കിട്ടി കേട്ടോ. ഞങ്ങൾ പോവാ. എല്ലാം ഉണ്ടല്ലോ. ആരും നിപ്പില്ല. 2-3 നേരെ പിടിച്ച് നിർത്തേണ്ടതായിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ മുംബൈ കാലുകുത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതിമനോഹരമായ മുംബൈയുടെ ഫ്ലൈറ്റ് യാത്രയാണ്. നമ്മുടെ വിസ്താരയിലെ പറന്നിറങ്ങിയിരിക്കുകയാണ് നമ്മൾ മുംബൈയിലേക്ക്. ഇനിയുള്ള കാഴ്ചകളെല്ലാം ബാക്കി അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും
ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ പൊളിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വെടിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം പോലീസ് പിടിക്കും. മുംബൈ പോലീസ് പിടിക്കും കേട്ടോ. മുംബൈ പോലീസ് പിടിക്കും കേട്ടോ. അത് ഓർത്തോണം. ദേ ഇവിടെ കണ്ട വെള്ളമൊക്കെ കണ്ടോ, പാൻ കണ്ടോ കിടക്കുന്നേ. പിന്നെ പാന കിടക്കുന്നത് നോക്കി, ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? ഞങ്ങൾ കറങ്ങി ഇപ്പോഴാണ് കേട്ടോ ഇങ്ങനെ എത്തിയത്. അനീഷിന്റെ പപ്പായ കേട്ടോ. എടാ ഉപദേശി ഈ പ്രസംഗം അനീഷിന്റെ മോനാട്ടോ. വാടാ 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 വാടാ. വീഡിയോ മൊത്തത്തിൽ വീഡിയോ മൊത്തം മയം. എന്തി ആഷ്ലി എന്തി വരും. ഞങ്ങളെത്തി. അയ്യോ എൻ്റെ കുഞ്ഞോളമാമയാണോ ഇരിക്കുന്നത്? എന്നാ ഉണ്ട്? സുഖമായിരിക്കുന്നത്? ഷാനുമാമേ എന്നാ ഉണ്ട് മാമേ? എല്ലാവരും എന്തോ ഉണ്ട് വിശേഷമൊക്കെ? സുഖം തന്നെ. അപ്പൊ എല്ലാവരും കൊലയോടൊക്കെയാണോ വന്നത് നാട്ടിൽ നിന്ന് കൊല? ഞങ്ങളിത് കഴിക്കാൻ വന്നതല്ല. എല്ലാം ഇവിടുത്തെ ആണല്ലോ അല്ലേ? ഓക്കെ. ഇവിടെ പാല് കാച്ചിൽ നടക്കാണ്. പറഞ്ഞേ. ചായ കാച്ചിയാണ്. ഓ പിന്നെ അല്ല, ഷാൻഡിമാമ കേട്ടോ. ബ്ലോഗറാണ്. ചാനലൊക്കെ ചെയ്യുന്നുണ്ടോ? വീഡിയോ ചെയ്യുന്നുണ്ടോ മാമ? ഉണ്ടോ? പിന്നെ എന്നാ ഉണ്ട് വിശേഷമൊക്കെ? തന്നെ ഉള്ളൂ? തന്നെ ഉള്ളൂ? തന്നെ ഉള്ളൂ? എല്ലാവരും അല്ലേ ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചാടി ഞങ്ങളിന്ന് രാത്രി ഇവിടെ കിടന്ന് മറിയും നമ്മൾ.